ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫ്ലെയിം ടെസ്റ്റാണ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. നമ്മൾ കാൽഷ്യം കാർബണേറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ടുകൾ എടുക്കുന്നു. അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാകും. ഇനി എന്തിനാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുക? അത് മെറ്റൽ ഹാലൈഡായിട്ട്, മെറ്റൽ ക്ലോറൈഡായിട്ട് മാറ്റാൻ വേണ്ടിയാണ്. ഇനി അങ്ങനെ മാറ്റിയാൽ എന്താ ഗുണം? അങ്ങനെ മാറ്റിയാൽ ഈ ഉണ്ടാകുന്ന മെറ്റൽ ക്ലോറൈഡുകൾ കൂടുതൽ വോളറ്റൈൽ നേച്ചർ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് വേപ്പർ ഫേസിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും തന്നിരിക്കുന്ന കോമ്പൗണ്ട്, അത് കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഏത് സോൾട്ടും ആയിരിക്കാം, ബേരിയം സോൾട്ട് ആയിരിക്കാം, ഓർ സ്ട്രോൺഷ്യം സോൾട്ട്, ഏത് സോൾട്ടാണ് തന്നിരിക്കുന്നത് എന്തായാലും അത് നമ്മൾ ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് എടുക്കുന്നു. അതിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് ഒരു പേസ്റ്റ് ആക്കുന്നു. ഇനി ഈ പേസ്റ്റ് നമ്മൾ ഒരു നോൺ ലൂമിനസ് ഫ്ലെയിമിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ എടുത്ത കോമ്പൗണ്ടിനനുസരിച്ച് കളർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കാൽഷ്യം ആണെങ്കിൽ നമുക്ക് ബ്രിക്ക് റെഡ് കളറായിട്ട് കാണാൻ പറ്റും. കാൽഷ്യം സോൾട്ടുകൾ ഏതായാലും ഇറ്റ് ഇമ്പാർട്ട് ബ്രിക്ക് റെഡ് കളർ. ബേരിയം ആണെങ്കിൽ അത് പെയിൽ ഗ്രീൻ കളറായിരിക്കും ആ ഫ്ലെയിമിന് കൊടുക്കുക. അതുപോലെ സ്ട്രോൺഷ്യം ആണെങ്കിലോ നമുക്ക് ക്രിംസൺ റെഡ് കളർ നമുക്ക് കാണാൻ പറ്റും. സോഡിയം ആണെങ്കിൽ യെല്ലോ കളറായിരിക്കും. പൊട്ടാസ്യം ആണെങ്കിൽ വയലറ്റ് കളറായിരിക്കും. അപ്പോൾ ഓരോ ആറ്റവും ഇമ്പാർട്ട് ചെയ്യുന്ന കളറ് ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഇവിടുത്തെ കെമിസ്ട്രി എന്താ? കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ പറയുന്ന ആറ്റം, ഇപ്പോൾ കാൽഷ്യം ആറ്റം, അത് ഈ നോൺ ലൂമിനസ് ഫ്ലെയിമിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ കാൽഷ്യം ക്ലോറൈഡായിട്ടായിരിക്കും നമ്മൾ കാണിക്കുക. അത് വേപ്പർ ഫേസിലേക്ക് എത്തുന്നു. അവിടെ കാൽഷ്യത്തിലുള്ള ഇലക്ട്രോൺസ് ആ ഫ്ലെയിമിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി ആ എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്കറിയാം അത് അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് അത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് നോക്കും. അങ്ങനെ വരുമ്പോൾ അത് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എമിഷൻ നടത്തും. അപ്പോൾ ഓരോ ആറ്റത്തിനും യുണീക്ക് ആയിട്ടുള്ള ഒരു എമിഷൻ സ്പെക്ട്ര ഉണ്ട്. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബേരിയം കാർബണേറ്റാണ് എടുത്തിരിക്കുന്നത്. ആ ബേരിയം കാർബണേറ്റ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് നമ്മൾ ഫോം ചെയ്യാം. ഇനി നമുക്കറിയാം ബേരിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യുന്നു. നമ്മളത് ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോൾ നമുക്കൊരു പെയിൽ ഗ്രീൻ കളറ് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സോൾട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മളെടുക്കുന്നത് കാൽഷ്യം കാർബണേറ്റാണ്. നമ്മൾ കണ്ടായിരുന്നു കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ അതിൻ്റെ എമിഷൻ സ്പെക്ട്ര ഒരു ബ്രിക്ക് റെഡ് കളർ, ബ്രിക്ക് റെഡ് റീജിയനിലാണ്, അല്ലെ ആ ഒരു കളറാണ് നമ്മൾ കാണാൻ പോവുക. നമുക്ക് കാൽഷ്യത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു നേരിയ ഒരു ബ്രിക്ക് റെഡ് കളർ, ഇഷ്ടികയുടെ കളർ നമുക്കവിടെ ഇമ്പാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തത് നമുക്ക് സ്ട്രോൺഷ്യത്തിൻ്റെ ഒരു സോൾട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോൺഷ്യത്തിൻ്റെ ഓക്സലേറ്റ് ആണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർത്ത് നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്കവിടെ ക്രിംസൺ റെഡ്, നേരത്തെ കാണുന്ന വ്യത്യസ്തമായിട്ട് ഇത്രയും കൂടി ഡാർക്കായിട്ടുള്ള ഒരു റെഡ്, ക്രിംസൺ റെഡ് എന്നാണ് പറയുക. ഒരു പെർട്ടിക്കുലർ കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ ആറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള എമിഷൻ സ്പെക്ട്ര ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലെയിം ടെസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ആറ്റം, തന്നിരിക്കുന്ന കോമ്പൗണ്ടിലുള്ള മെറ്റൽ ആറ്റത്തിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബേരിയത്തിൻ്റെ ഒരു സോൾട്ട് എടുത്തിരിക്കുകയാണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർത്ത് നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നു. ഈ പേസ്റ്റ് നമ്മൾ ഫ്ലെയിമിലേക്ക് കാണിക്കുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ ചേഞ്ച് എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേരിയം സോൾട്ട് ഒരു ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യും. നമുക്ക് നോക്കാം.
നമുക്കൊരു ലൈറ്റ് ഗ്രീൻ വരുന്നതായിട്ട് കാണാം. കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയാം. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ് ആൻഡ് ഇറ്റ്സ് മെക്കാനിസം. റിയാക്ഷൻ്റെ റേറ്റ്, അതിൻ്റെ മെക്കാനിസത്തിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയാം. ഇനി റിയാക്ഷൻ റേറ്റിനെ നമുക്ക് വേറെ പേര് സ്പീഡ് അല്ലെ വെലോസിറ്റി എന്ന് പറയാം. എന്തുമാത്രം സ്പീഡിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പേപ്പർ കത്തുന്നത് അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടുന്നത്, ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷൻസാണ്. അതോടൊപ്പം നമ്മൾ നോക്കുകയാണ് ഒരു ഇരുമ്പ് റസ്റ്റായിട്ട് മാറുന്ന ഇരുമ്പ് തുരുമ്പിക്കുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ റിയാക്ഷൻ്റെ നടക്കുന്ന സ്പീഡ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെ റേറ്റിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയാം. ഇനി റിയാക്ഷൻ്റെ റേറ്റ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഒന്നാമതായിട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ജനറലി റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് സ്പീഡ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടിയാൽ റിയാക്ഷൻ്റെ റേറ്റ് നിയർലി ഡബിൾ ചെയ്യുമെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതേപോലെ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ റിയാക്ഷൻ അല്പം കൂടി ഫാസ്റ്ററായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുക. അതായത് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടും. അത് നമ്മളൊരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോവാം. അതോടൊപ്പം ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ടെമ്പറേച്ചർ കൂടിയാലും റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ചെറിയ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോവാം. നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻസ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷനാണ് എടുത്തിരിക്കുക. ഇതിൽ ഒന്നാമത്തെ ഈ ബീക്കറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 50 ml സോഡിയം തയോസൾഫേറ്റാണ്. തയോസൾഫേറ്റിൻ്റെ സ്ട്രെങ്ത്ത് 0.15 മോളാറാണ്. അപ്പോൾ 0.15 മോളാർ സ്ട്രെങ്ത്തുള്ള സോഡിയം തയോസൾഫേറ്റ് 50 ml ആണ് ആദ്യത്തെ ഈ ബീക്കറിൽ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഈ ബീക്കറിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ് തന്നെയാണ്, പക്ഷേ 40 ml എടുത്തിട്ടുള്ളൂ. ഇവിടെ 50 ml ആണ്, പക്ഷേ രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ 40 ml സോഡിയം തയോസൾഫേറ്റ് എടുത്തിരിക്കുക. ഒപ്പം അതിലേക്ക് ഒരു 10 ml വെള്ളം ആഡ് ചെയ്തു. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ മാറ്റി. ഇവിടെ കോൺസെൻട്രേഷൻ 0.15 മോളാർ ആയിരുന്നു, അത് 50 ml ഉണ്ട് ഫസ്റ്റ് ബീക്കറിൽ. പക്ഷേ രണ്ടാമത്തെ ബീക്കറിലേക്ക് വന്നപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ കുറച്ചു. നമ്മൾ 40 ml സോഡിയം തയോസൾഫേറ്റും എടുത്തു, 10 ml വാട്ടറും മിക്സ് ചെയ്തു. അതാണ് രണ്ടാമത്തെ ഫ്ലാസ്കിൻ്റെ. മൂന്നാമത്തെ ബീക്കറിൽ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ml സോഡിയം തയോസൾഫേറ്റ് ഒപ്പം 20 ml വാട്ടറും. അതായത് പറഞ്ഞു വരുന്നത് ഈ മൂന്നിലുമുള്ള തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആണ്. ആദ്യത്തേതിൽ 0.15 മോളാർ തയോസൾഫേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്തോറും നമ്മളത് ഡൈല്യൂട്ട് ചെയ്തു. അപ്പോൾ ഡിഫറൻറ്റ് കോൺസെൻട്രേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 5 ml ഡൈല്യൂട്ട് HCl 5 ml ഡൈല്യൂട്ട് HCl 0.2 മോളാർ HCl നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്താ ഇവിടുത്തെ റിയാക്ഷൻ? ഈ തയോസൾഫേറ്റും HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യും. തയോസൾഫേറ്റും HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കൊളോയിഡൽ ഫോമിൽ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും.
അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് HCl നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ മാറ്റുന്നില്ല, 0.2 മോളാർ തന്നെയാണ്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, തയോസൾഫേറ്റിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ മാറ്റുക. നമ്മൾ 3 ബീക്കറിൽ 3 സ്ട്രെങ്ത്തിലുള്ള തയോസൾഫേറ്റാണ് എടുത്തിരിക്കുക. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടുമെന്നാണ് പറയാം. ഇനി ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഓരോ ബീക്കറിലേക്കും 5 ml ഡൈലൂട്ട് HCl ഒഴിക്കുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, കൊളോയിഡൽ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതിനെടുക്കുന്ന സമയം നമ്മൾ കണ്ടുപിടിക്കുക, അതായത് സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മാർക്കിംഗ് ഇവിടെ ചെയ്യുകയാണ്, അതായത് ഒരു ക്രോസ്, നമ്മുടെ ഈ വൈറ്റ് ഇതിൽ നമ്മളൊരു ക്രോസ് മാർക്ക് ചെയ്യാം. ഇനി ഈ ആദ്യത്തെ ബീക്കർ ഞാൻ അതിൻ്റെ മേലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ക്രോസ് മാർക്ക് വൃത്തിയായിട്ട് കാണാം. ഇനി ഞാൻ ഇതിലേക്ക് 5 ml എന്തൊഴിക്കുന്നു, ഡൈലൂട്ട് HCl ഒഴിക്കുന്നു. അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ അത് പതുക്കെ സ്റ്റിർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓണാക്കുന്നു. അപ്പോൾ ഏത് സമയത്താണോ ആ ക്രോസ് മാർക്ക് കാണാൻ പറ്റാതാവുന്നത് ആ ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഓരോ ബീക്കറിലും എത്ര സമയം എടുക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കറിയാം കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ബീക്കറിൽ എന്താ ഉള്ളത്, 50 ml 0.15 മോളാർ സോഡിയം തയോസൾഫേറ്റ് ആണ്. അതിലേക്ക് നമുക്കൊരു 5 ml ഡൈലൂട്ട് HCl നമുക്ക് ആഡ് ചെയ്യാം. ഡൈലൂട്ട് HCl ആഡ് ചെയ്യാണ്. ഒന്ന് പതുക്കെ ഷെയ്ക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ആ സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓണാക്കാം. സ്റ്റോപ്പ് വാച്ച് എവിടെയുണ്ട്, സ്റ്റോപ്പ് വാച്ച് ആഡ് ചെയ്ത ഉടനെ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓണാക്കുന്നു. ജസ്റ്റ് പതിയെ ഷെയ്ക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പതിയെ അവിടെ ഒരു കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ആ ക്രോസ് മാർക്ക് നമുക്ക് കാണാൻ പാടില്ല. അതിന് അത്രയും കൊളോയിഡൽ സൾഫർ അവിടെ ഫോം ചെയ്യണം. ചെയ്ത് നോക്കാം. പതിയെ റിയാക്ഷൻ സ്ലോ ആയിരിക്കും. ഇവിടെ എന്തോ ഒരു കൊളോയിഡൽ ഫോമിലേക്ക് വരുന്നുണ്ട് ഇല്ലേ, നിങ്ങൾക്ക് കാണാം ഇല്ലേ, ഒരു ടർബിഡിറ്റി വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ക്രോസ് മാർക്കിന് മുകളിൽ വെച്ചാൽ എനിക്ക് ക്രോസ് മാർക്ക് കാണാം. വീണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ടർബിഡിറ്റി പതിയെ കൂടി വരുന്നതായിട്ട് കാണാം. വീണ്ടും വെച്ച് നോക്കുന്നു, അവിടെ എനിക്ക് ആ പറയുന്ന ക്രോസ് മാർക്ക് അല്പം കൂടി കാണാം. നമ്മൾ വീണ്ടും അത് കൂട്ടുകയാണ്. നമ്മൾ വീണ്ടും ഒന്നും കൂടി ഷെയ്ക്കിങ് തുടരുകയാണ്. അപ്പോൾ ഇത്രയും കൂടി നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയായി. എന്നാലും ഇപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ക്രോസ് മാർക്ക് നമുക്ക് കാണാം. ഷെയ്ക്കിങ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്രോസ് മാർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റും 38 സെക്കൻഡുമാണ് നമ്മൾ എടുത്തത്, ഈ ആദ്യത്തെ മിക്സർ എടുത്തത്. ഇപ്പോൾ നമുക്ക് ആ ക്രോസ് മാർക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ ബീക്കറിലുള്ള സോഡിയം തയോസൾഫേറ്റ് അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരുന്നു. അത് എടുത്ത സമയം, അത് ആ HCl-യുമായിട്ട് റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റും 38 സെക്കൻഡുമാണ്. ഇനി നമുക്ക് അടുത്ത ബീക്കറിൽ ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. അടുത്ത ബീക്കറിൽ, രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ എടുത്തത് 40 ml എടുത്തുള്ളൂ സോഡിയം തയോസൾഫേറ്റ്, ഒപ്പം 10 ml വാട്ടർ എടുത്തു, ഡൈല്യൂട്ട് ചെയ്തു, കോൺസെൻട്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി അതിലേക്കും നമ്മൾ ഈ പറയുന്ന 5 ml HCl നമുക്ക് ഒഴിച്ച് നോക്കാം. 5 ml ഡൈലൂട്ട് HCl, 0.2 മോളാർ HCl ആണ് ആഡ് ചെയ്യുന്നത്. 5 ml HCl നമ്മൾ ആഡ് ചെയ്യുന്നു. സ്റ്റോപ്പ് വാച്ച് പെട്ടെന്ന് റീസെറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ടാക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ് വാച്ച് റണ്ണിങ്ങിലാണ്. നമ്മൾ ഒന്ന് പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ബീക്കറിനെക്കാട്ടും സ്ട്രെങ്ത്ത് ഇവിടെ തയോസൾഫേറ്റിൻ്റെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊളോയിഡൽ സൾഫർ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമെന്നാണ് വിചാരിക്കുക. നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ലൈറ്റ്
കളർ അവിടെ വരുന്നുണ്ട്, ഒരു പ്രസിപ്പിറ്റേറ്റ് പോലെ. നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ബീക്കറിന് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റും 38 സെക്കൻഡും എടുത്തു. അപ്പോൾ ഇതിന് എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കൊളോയിഡൽ സൾഫർ ഫോം ചെയ്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അവിടെ ക്രോസ് മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് റോഡ് ഇട്ട് വേണമെങ്കിൽ സ്റ്റിർ ചെയ്യാം. വെച്ച് നോക്കുന്നു. ഇവിടെ നമുക്ക് ആ ക്രോസ് മാർക്ക് കാണുന്നുണ്ട്. അല്പം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ക്രോസ് മാർക്ക് കാണാത്ത ആ സമയമാണ് നമ്മൾ എടുക്കേണ്ടത്. വെച്ച് നോക്കുകയാണേ. ഇപ്പോൾ ഏകദേശം കാണാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ 1 മിനിറ്റും 52 സെക്കൻഡും. അതായത് ആദ്യത്തെ കേസിൽ 1 മിനിറ്റും 38 സെക്കൻഡ് എടുത്തുള്ളൂ. പക്ഷേ ഇവിടെ 1 മിനിറ്റും 52 സെക്കൻഡും എടുത്തു. അതായത് നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ചപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള സമയം എന്ത് ചെയ്തു? കൂടി. അപ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് എവിടെയായിരിക്കും കൂടുതൽ? കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ബീക്കറും കൂടിയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സ്റ്റോപ്പ് വാച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാം. നമുക്ക് ആ മൂന്നാമത്തെ ബീക്കർ എടുക്കാം. മൂന്നാമത്തെ ബീക്കർ എടുത്തു. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 30 ml സോഡിയം തയോസൾഫേറ്റും 20 ml എന്താ എടുത്തത്? വാട്ടറും എടുത്തിരിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ 5 ml HCl ആഡ് ചെയ്യാൻ പോവാം. ഡയലൂട്ട് HCl ആഡ് ചെയ്യുന്നു. 5 ml ഡയലൂട്ട് HCl നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി സ്റ്റോപ്പ് വാച്ച് നമ്മൾ ഓണാക്കുന്നു. നമ്മൾ ഷേക്കിംഗ് ആരംഭിക്കുകയാണ്. ഷേക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ബീക്കർ 1 മിനിറ്റ് 38 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ടർബിഡിറ്റി ആയി. രണ്ടാമത്തെ ബീക്കറിന് 1 മിനിറ്റ് 52 സെക്കൻഡ് എടുത്തു. ഈ ബീക്കറിൽ എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം. ടർബിഡിറ്റി വരാൻ ഇത്തിരി താമസിക്കും. കാരണം ഇവിടെ എടുത്തിരിക്കുന്ന തയോസൾഫേറ്റ് വളരെ കുറവ്, 30 ml എടുത്തിട്ടുള്ളൂ. ബാക്കി 20 ml വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ടർബിഡിറ്റി വരാൻ അല്പം സമയമെടുക്കും. കയ്യിലും ചെയ്ത് നോക്കാം. അപ്പോൾ എന്തോ ടർബിഡിറ്റി പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വെച്ച് നോക്കുന്നു. ക്രോസ് മാർക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. വെച്ച് നോക്കുന്നു. ഓക്കെ, ഇൻഡു മാർക്ക്, ക്രോസ് മാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രോസസ്സ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടുത്തെ റിയാക്ഷൻ ഓർത്തിരിക്കുക. സോഡിയം തയോസൾഫേറ്റ് HCl റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അത് കൊളോയിഡൽ ഫോമിലാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് ആ ക്രോസ് മാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, വെച്ച് നോക്കാം. ഇപ്പോഴും ചെറുതായിട്ട് ആ ക്രോസ് മാർക്ക് കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ഷേക്ക് ചെയ്യാണ്. കാരണം ഈ മൂന്നാമത്തെ ബീക്കറിലുള്ള തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. 30 ml എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. നമ്മൾ നിർത്തുന്നു. അപ്പോൾ ഇതിന് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റും 14 സെക്കൻഡും. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ബീക്കറിൽ കോൺസെൻട്രേഷൻ ഹൈ ആയിരുന്നു. 50 ml 0.15 മോളാർ എന്തെടുത്തു? സോഡിയം തയോസൾഫേറ്റ് എടുത്തു. അതിനെടുത്ത സമയം 1.38, അതായത് 1 മിനിറ്റും 38 സെക്കൻഡും. രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ സ്ട്രെങ്ത്ത് കുറച്ചു. അപ്പോൾ അതിനെടുത്ത സമയം എത്രയാണ്? 1 മിനിറ്റ് 52 സെക്കൻഡ്. ഇപ്പോഴോ നോക്കിയേ, മൂന്നാമത്തെ ബീക്കറിൽ സ്ട്രെങ്ത്ത് വളരെ കുറവായിരുന്നു. അതായത് അപ്പോൾ അതിന് എത്ര സമയം എടുത്തു? 2 മിനിറ്റും 14 സെക്കൻഡ്. അപ്പോൾ ഇതിനെന്താ മനസ്സിലാക്കാവുന്നത്? കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ചപ്പോൾ റിയാക്ഷൻ നടക്കാനുള്ള സമയം കൂടി. അതായത് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. കോൺസെൻട്രേഷൻ കുറഞ്ഞപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കുറഞ്ഞു. ദാറ്റ് മീൻസ് റിയാക്ഷൻ്റെ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ റേറ്റ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റിയാക്ഷൻ്റെ റേറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്ത
ഇത് നിങ്ങൾക്കറിയാം, നമ്മൾ 50 ml സോഡിയം തയോസൾഫേറ്റ് എടുത്തു. അപ്പോൾ അത് റിയാക്ട് ചെയ്യാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് 38 സെക്കൻഡുമാണ്. അപ്പോൾ നമ്മൾ വേറൊരു ബീക്കറിൽ 50 ml സോഡിയം തയോസൾഫേറ്റ് തന്നെ എടുക്കുക. മുമ്പ് എടുത്ത പോലെ 50 ml സോഡിയം തയോസൾഫേറ്റ് എടുക്കുക. ഇനി ഇതിലേക്ക് HCl ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പതുക്കെ ഒന്ന് ഹീറ്റ് ചെയ്യാൻ പോവാം. ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയിട്ട് റിയാക്ഷൻ നടത്തി നോക്കാൻ പോവാം. നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ബർണർ ഒന്ന് കത്തിക്കാം. ഒരു ബർണർ നമുക്ക് കത്തിച്ച് നാലാമത്തെ ബീക്കറിലും സെയിം എമൗണ്ടാണ്. ഒന്നാമത്തെ ബീക്കറിലെടുത്ത് എന്താ 50 ml സോഡിയം തയോസൾഫേറ്റ്, അതേ എമൗണ്ട് തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. 50 ml എന്ത് തന്നെയാണ് സോഡിയം തയോസൾഫേറ്റ് എടുക്കുക. ഇത് പതുക്കെ ഒന്ന് ഹീറ്റ് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റും കൂടും. നിയർലി ഡബിൾ ചെയ്യുമെന്നാണ് ബുക്കുകളിലൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ മതി, തിളക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. ഏകദേശം ഒരു ഹീറ്റ് കിട്ടിയാൽ മാത്രം മതി അത്. അപ്പോൾ ഓർക്കണം, ആദ്യത്തെ ബീക്കറിൽ ആ കൊളോയിഡൽ സൾഫർ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ എത്ര സമയം എടുത്തു? 1 മിനിറ്റും 38 സെക്കൻഡ്. ഇപ്പോൾ ചൂടായി കഴിയുമ്പോൾ എത്ര സമയം എടുക്കും നമുക്ക് കാണാം. ഏകദേശം നമുക്ക് കൈ പിടിക്കാവുന്ന ചൂട് മതി. ഓക്കെ, മതിയോ? ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അതിലേക്ക് നമുക്ക് 5 ml നേരത്തെ പോലെ തന്നെ, നേരത്തെ 5 ml ഒഴിച്ചത്, അപ്പോൾ 5 ml ഡൈലൂട്ട് HCl 0.2 മോളാർ HCl നമ്മൾ ആഡ് ചെയ്യാം. 5 ml ഒഴിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഇപ്പോൾ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓണാക്കാം. ഒഴിച്ചു, ദെൻ സ്റ്റോപ്പ് വാച്ച് നമ്മൾ പതുക്കെ ഓണാക്കി. ഓക്കെ, ഇനി പതുക്കെ പണ്ടത്തെ പോലെ ഒന്ന് സ്റ്റിർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ടർബിഡിറ്റി വരുന്നവിടെ കാണാം. വളരെ പെട്ടെന്ന് വന്നു ടർബിഡിറ്റി. ഒന്ന് ആ ക്രോസിന് മുകളിൽ വെച്ച് നോക്കുക. അവിടെ നമുക്ക് ക്രോസ് വ്യക്തമായിട്ട് കാണാം. ഒന്ന് കണ്ടിന്യൂ ചെയ്യുക, നല്ലോണം സ്റ്റിർ ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ കാണുന്നില്ല, നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഇതിന് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 44 സെക്കൻഡ് എടുത്തു. അപ്പോൾ ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ആദ്യത്തെ ബീക്കർ 1 മിനിറ്റും 38 സെക്കൻഡും എടുത്തു. പക്ഷേ ആ സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് സെയിം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ എത്ര സമയമേ വേണ്ടി വന്നുള്ളൂ? 44 സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ. അതിനർത്ഥം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റും കൂടും. റിയാക്ഷൻ്റെ റേറ്റ് നിയർലി ഡബിൾസ് എന്നാണ് നമ്മൾ സാധാരണ ബുക്കുകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ പഠിച്ചത് റിയാക്ഷൻ റേറ്റിനെ പറ്റിയാണ്. റിയാക്ഷൻ്റെ റേറ്റ് 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന് കോൺസെൻട്രേഷൻ, വേറെ ഒന്ന് ടെമ്പറേച്ചർ. റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റും കൂടും. അതോടൊപ്പം ഓർക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ റേറ്റ് നിയർലി ഡബിൾ ആവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സപ്പറേഷൻ ടെക്നിക്ക് പരിചയപ്പെടാം. ഇപ്പോൾ 2 സബ്സ്റ്റൻസുകൾ മിക്സ് ചെയ്ത് തരികയെന്ന് വിചാരിക്കാം. അത് നമുക്ക് എങ്ങനെ സപ്പറേറ്റ് ചെയ്യാം? ഡിസ്റ്റിലേഷൻ സപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ബോയിലിംഗ് പോയിൻറ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ലിക്വിഡ്സിനെ നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി സപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ബോയിലിംഗ് പോയിൻ്റ് വളരെ അടുത്തടുത്ത ലിക്വിഡ് ആണെങ്കിൽ അതിനെ സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ നമുക്കറിയാം. ക്രൂഡ് ഓയിൽ നമുക്ക് ലഭിക്കുന്നു. ക്രൂഡ് ഓയിലിൽ പല ഫ്രാക്ഷൻസ് ഉണ്ട്. ഡീസൽ, പെട്രോൾ, നാഫ്ത, ഇങ്ങനെ ഓരോ ഫ്രാക്ഷനായിട്ട് നമ്മൾ സപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് സപ്പറേഷന് വേണ്ടി, ഒരു മിക്സറിനെ സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുകളാണ്. അതേപോലെ തന്നെ
സബ്ലിമേഷൻ എന്ന് പറയുന്ന വേറൊരു ടെക്നിക്കുണ്ട്. എന്താണ് സബ്ലിമേഷൻ? ഒരു സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലൂടെ പോകാതെ നേരെ വേപ്പറായിട്ട് മാറും. സോളിഡ് നേരെ വേപ്പർ ഫേസിലേക്ക് പോകുന്നു, ലിക്വിഡിലേക്ക് എത്തുന്നില്ല, റൈറ്റ്? അപ്പോൾ അങ്ങനെ സോളിഡ് നേരെ വേപ്പറൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇപ്പോൾ നാഫ്തലിൻ എടുക്കുക, പാറ്റ ഗുളിക എന്ന് പറയും. അത് നമ്മൾ വീടിൻ്റെ എവിടെയെങ്കിലും വെച്ചു, കുറേ ദിവസം കഴിയുമ്പോൾ അതവിടെ കാണുന്നില്ല, നേരെ അതെന്ത് ചെയ്തു? സബ്ലൈം ചെയ്തു പോയി. നാഫ്തലിന് സബ്ലൈം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് പറയാം. അതുപോലെ ക്യാംഫർ സബ്ലൈം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള സബ്സ്റ്റൻസ്. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് സപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ്. അതേപോലെ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്കുകളുണ്ട്. ക്രോമാറ്റോഗ്രാഫി നമ്മൾക്കറിയാം, 2 ടൈപ്പ് ക്രോമാറ്റോഗ്രാഫി, അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുക. വലിയ വലിയ റിസർച്ച് ഫീൽഡിൽ നമ്മൾ TLC സപ്പറേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ HPLC, നിങ്ങൾ ഹയർ ഗ്രേഡിലേക്ക് വരുമ്പോൾ, റിസർച്ചിലേക്കൊക്കെ വരുമ്പോൾ HPLC എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ പഠിക്കും. അതും ക്രോമാറ്റോഗ്രാഫി തന്നെയാണ്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ വണ്ടിയുടെ, നിങ്ങളുടെ വീട്ടിലെ വാഹനത്തിൻ്റെ പുക ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിക്കുക. പുക ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ അവർ എഴുതി തരാറുണ്ട്, കാർബൺ മോണോക്സൈഡ് ഇത്ര, വാട്ടർ വേപ്പർ ഇത്ര, ഓക്സിജൻ ഇത്ര, നൈട്രസ് ഓക്സൈഡ് ഇത്ര, ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതും ഒരു ക്രോമാറ്റോഗ്രാഫിയാണ്. അതിനാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി എന്ന് നമ്മൾ പറയാം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നു, ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറൊരു സെപ്പറേഷൻ ടെക്നിക്കാണ്. അതിനെ നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ എന്നാണ് പറയാം. അതായത് നമുക്കിപ്പോൾ 2 കോമ്പൗണ്ട് A ആൻഡ് B, ഈ 2 കോമ്പൗണ്ട് നമുക്ക് മിക്സ് ചെയ്ത് തന്നിരിക്കുന്നു. നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യണം. അവർ പറയുന്നു ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? നമുക്ക് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ വഴി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബെൻസോയിക് ആസിഡ് നമുക്കറിയാം ഇല്ലേ, ബെൻസീൻ റിങ്ങിൽ ഒരു COOH ഗ്രൂപ്പ് വന്ന കോമ്പൗണ്ടാണ് ബെൻസോയിക് ആസിഡ്. ഈ ബെൻസോയിക് ആസിഡും നാഫ്തലിനും ഇത് രണ്ടും നമുക്ക് അബദ്ധവശാൽ മിക്സായി പോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് മിക്സ് ചെയ്ത് തന്നിരിക്കുന്നു, എന്നിട്ട് നമ്മളോട് പറയുന്നു അത് സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മളല്പം ബെൻസോയിക് ആസിഡ് എടുക്കുകയാണ്, ഒരു സ്പാറ്റുല ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾക്കറിയാം, വാച്ച് ഗ്ലാസ് എന്നാണ് പറയുക. ഈ വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ അല്പം ഈ പറയുന്ന ബെൻസോയിക് ആസിഡ് എടുക്കുക. ബെൻസോയിക് ആസിഡ് എടുക്കുന്നു. ഇത് നമുക്കറിയാം, ബെൻസോയിക് ആസിഡ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതുപോലെ നാഫ്തലിനും ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇനി ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഓർഗാനിക് കോമ്പൗണ്ട് ഒന്നും വാട്ടർ സോലുബിൾ അല്ല. കാരണം ഓർഗാനിക് കോമ്പൗണ്ട് മിക്കവാറും നോൺ പോളാർ സബ്സ്റ്റൻസുകളാണ്. അതൊരിക്കലും പോളാർ സോൾവൻ്റായ വാട്ടറിൽ ഡിസോൾവ് ചെയ്യത്തില്ല. ഇനി അതുപോലെ നമ്മൾ അടുത്ത സബ്സ്റ്റൻസ് നാഫ്തലിൻ എടുക്കാം. അപ്പോൾ നാഫ്തലിൻ എടുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു സ്പാറ്റില ഉപയോഗിക്കാം. നാഫ്തലിൻ എടുക്കുന്നു. ഇത് തമ്മിൽ മിക്സ് ചെയ്ത്, രണ്ടും വൈറ്റ് കളർ പൗഡറാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തന്നിരിക്കുക, എന്നിട്ട് പറയുകയാണ് ഈ മിക്സറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഈ മിക്സറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെടുത്ത മിക്സർ ബെൻസോയിക് ആസിഡും നാഫ്തലിനുമാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ഇത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറയാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന മിക്സർ ഒരു ബീക്കറിലേക്ക്, ഒരു empty ബീക്കറിലേക്ക് നമ്മൾ മാറ്റുക. തന്നിരിക്കുന്ന മിക്സർ നമ്മൾ മാറ്റുക. അപ്പോൾ ഈ മിക്സറിൽ എന്തൊക്കെയാണ് ഉള്ളത്? നാഫ്തലിൻ ഉണ്ട്, ഒപ്പം ബെൻസോയിക് ആസിഡ് ഉണ്ട്. ഇത് വാട്ടറിൽ സോലുബിൾ ആണോ? അല്ല. കാരണം ഇതെന്താ? ഓർഗാനിക് കോമ്പൗണ്ട്, നോൺ പോളാർ സബ്സ്റ്റൻസാണ്. നോൺ പോളാർ സബ്സ്റ്റൻസ് ഒരിക്കലും വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ ഈ നോൺ പോളാർ സബ്സ്റ്റൻസിൻ്റെ മിക്സർ, അതായത് ബെൻസോയിക് ആസിഡിൻ്റെയും നാഫ്തലിൻ്റെയും മിക്സർ നമ്മളൊരു ബീക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മളൊരു ഓർഗാനിക് സോൾവെൻ്റ് എടുക്കുക. ഓർഗാനിക് സോൾവെൻറ്റ് നോൺ പോളാർ സോൾവെൻറ്റ്, അതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഡൈ ഈത്തൈൽ ഈതർ എന്നാണ് പറയാം. ഡൈ ഈത്തൈൽ ഈതർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈതറൊക്കെ നമ്മൾ അനസ്തെറ്റിക് ഏജൻ്റായിട്ട് അനസ്തേഷ്യ കൊടുക്കാനൊക്കെ പല ഈതേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയാം. അപ്പോൾ ഒരു ഈതർ നമ്മൾ എടുത്തിരിക്കുക. ഇത് ഡൈ ഈത്തൈൽ ഈതറാണ്. ഇത് ഒരു നോൺ പോളാർ സോൾവെൻ്റ് ആണ്. നോൺ പോളാർ സോൾവെൻറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മിക്സർ നോൺ പോളാർ മിക്സർ, ഇത് നോൺ പോളാർ സോൾവെൻറ്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ പോളാർ സോൾവെൻറ്റ്,
നോൺ പോളാർ സബ്സ്റ്റൻസ് വിൽ ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്. അപ്പോൾ ഈ മിക്സ്ചർ നോൺ പോളാർ, നമ്മൾ നോൺ പോളാർ സോൾവെൻ്റായ എന്തെടുക്കുക, ഈ പറയുന്ന ഈതർ എടുക്കുകയാണെന്ന് വരിക. ഈതറിൽ ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ബെൻസോയിക് ആസിഡും നാഫ്തലിനും എന്ത് ചെയ്തു, അതിൽ ഡിസോൾവ് ചെയ്തു. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. പക്ഷേ ഇത് രണ്ടും, നാഫ്തലിൻ ആയിക്കോട്ടെ ബെൻസോയിക് ആസിഡ് ആയിക്കോട്ടെ, രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട്, നോൺ പോളാർ സബ്സ്റ്റൻസ്, രണ്ടും എന്തിൽ ഡിസോൾവ് ചെയ്തു, ഈ ഈതറിൽ ഡിസോൾവ് ചെയ്തു. അപ്പോൾ സെപ്പറേഷൻ നടന്നില്ലല്ലോ, സെപ്പറേഷൻ നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ തന്ന മിക്സർ നമ്മൾ ഈതറിൽ ഡിസോൾവ് ചെയ്തെടുത്തു. ഇനി സോൾവെൻറ്റ് എക്സ്ട്രാക്ഷന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഇത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സെപ്പറേറ്റിംഗ് ഫണൽ എന്നാണ് പറയാം. നിങ്ങൾ ഫണൽ കേട്ടിട്ടുണ്ടാവും. ഇത് സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട് സെപ്പറേറ്റിംഗ് ഫണൽ എന്നാണ് പറയാം. ഇതൊരു 250 ml ഒരു ഫണലാണ്. നമുക്ക് ഇതിൻ്റെ വലിയ സൈസുള്ള ഫണലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മളിപ്പോൾ ആ തന്നിരിക്കുന്ന മിക്സർ നമ്മൾ പറഞ്ഞായിരുന്നു ഈതറിൽ ഡിസോൾവ് ചെയ്തു. അത് നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് നമ്മൾ എടുക്കുകയാണ്. സെപ്പറേറ്റിംഗ് ഫണൽ ടൈറ്റ് ചെയ്തേക്കുക, നോബ് ടൈറ്റ് ചെയ്തേക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സർ എടുക്കുക. അപ്പോൾ മിക്സർ നമ്മൾ എടുക്കുന്നു. ഓക്കെ, മിക്സർ എടുക്കുന്നു. ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബീക്കറിൻ്റെ ഭാഗത്ത് അത് നാഫ്തലിൻ തന്നെയാണ്, അത് വന്നതാണ്. അതായത് ആ സോൾവെൻറ്റ് മാറിയപ്പോൾ വീണ്ടും അത് ക്രിസ്റ്റലൈസ് ചെയ്തതാണ്. പക്ഷേ ഇത് കൂടാതെ നാഫ്തലിൻ ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഈ പറയുന്ന ഈതറിൽ ഡിസോൾവ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുക. അപ്പോൾ നോക്കിയേ, ഈ ഈതറിൽ എന്തൊക്കെയുണ്ട്, ബെൻസോയിക് ആസിഡും ഉണ്ട്, ഒപ്പം എന്തുണ്ട്, നാഫ്തലിനും ഉണ്ട്. നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ബെൻസോയിക് ആസിഡാണ്. അപ്പോൾ നമുക്കറിയാം ആസിഡ് തീർച്ചയായിട്ടും ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് ഈ ഈതർ ലെയറിലേക്ക് നമ്മൾ അല്പം NaOH സൊല്യൂഷൻ ആഡ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈതർ ലെയറിലുള്ള ബെൻസോയിക് ആസിഡ് NaOHുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി എങ്ങോട്ട് വരും, അക്വസ് ലെയറിലേക്ക് വരും. നമ്മൾ NaOH സൊല്യൂഷനാണ്, അക്വസ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഈതർ ലെയറിലുള്ള ബെൻസോയിക് ആസിഡ് NaOHുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി എങ്ങോട്ട് വരും, അക്വസ് ലെയറിലേക്ക് വരും. അപ്പോൾ നമുക്ക് അല്പം NaOH നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ബീക്കർ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ NaOH സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണ്. NaOH സൊല്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് ഈ സെപ്പറേറ്റീവ് ഫണൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എന്താ ആഡ് ചെയ്യുക, ഈ പറയുന്ന NaOH സൊല്യൂഷൻ ആഡ് ചെയ്യാം. അപ്പോൾ താഴെ ആക്വസ് ലെയർ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ നിങ്ങൾക്ക് ആക്വസ് ലെയർ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇത് പതുക്കെ ഒന്ന് അടക്കുക, പതുക്കെ അടച്ചിട്ട് ഒന്ന് പതുക്കെ ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്തിട്ട് പതുക്കെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അവിടെ ഗ്യാസ് പോയ സൗണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഗ്യാസ് നമ്മൾ പതുക്കെ ഇത് ഓപ്പണായി കൊടുക്കണം, ഇല്ലെങ്കിൽ നോബ് തെറിച്ച് പോവും, അത് പൊട്ടിപ്പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഈതർ ലെയറിലുള്ള ബെൻസോയിക് ആസിഡ് ആരുമായിട്ട്, ഈ പറയുന്ന NaOHുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈതർ ലെയറിൽ നിന്ന് NaOH ഏത് ലെയറിലേക്ക് വന്നു, അക്വസ് ലെയറിലേക്ക് വന്നു. ഇത് 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുക. എന്നാലേ ആ പറയുന്ന ബെൻസോയിക് ആസിഡ് മുഴുവൻ എവിടേക്ക് വരുള്ളൂ, അക്വസ് ലെയറിലേക്ക് വരത്തുള്ളൂ. അല്പം ഷേക്ക് ചെയ്ത് പതുക്കെ ഇതൊന്ന് നോബ് ഓപ്പൺ ആക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 3 ഷേക്കിംഗ് ആയി, ഒരു പ്രാവശ്യം കൂടി ഷേക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഈതർ ലെയറിലുള്ള ബെൻസോയിക് ആസിഡ് മുഴുവൻ എങ്ങോട്ട് വന്നിട്ടുണ്ടാവും, NaOHലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത ഡ്യൂട്ടി നമുക്ക് ഈ താഴത്തെ ആ അക്വസ് ലെയർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ താഴത്തെ അക്വസ് ലെയർ നമ്മൾ വേറൊരു ബീക്കറിൽ നമുക്ക് കളക്ട് ചെയ്യാം. നമ്മൾ ബീക്കർ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ആ താഴത്തെ ലെയർ, ഇവിടെ 2 ഡിസ്റ്റിങ്ക്റ്റ് ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. മേലെ ഉള്ളത് ഈതർ ലെയറാണ്, താഴെ ഒരു ലെയർ കളേർഡായിട്ട് ഇപ്പോൾ ഉണ്ട്, അതാണ് ഈ അക്വസ് ലെയർ. അക്വസ് ലെയർ മാത്രം നമ്മൾ പതിയെ കളക്ട് ചെയ്യണം. അപ്പോൾ അക്വസ് ലെയറിൽ ആരുണ്ട്, ബെൻസോയിക് ആസിഡ് ഉണ്ടെന്നാണ് പറയാം. ബെൻസോയിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ബെൻസോയേറ്റായിട്ട് അവിടെ ഡിസോൾവ് ചെയ്ത് കിടപ്പുണ്ട്, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈതർ ലെയർ നമുക്ക് വേണ്ട. ഈതർ ലെയറിൽ എന്താ ഉള്ളത്, നാഫ്തലിൻ ഉണ്ട്, അത് നമുക്ക് പിന്നീട് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, അക്വസ് ലെയർ നമ്മൾ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞു അക്വസ് ലെയർ എന്ന് പറഞ്ഞാൽ NaOH ആണ്, NaOH ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ NaOHലേക്ക് ആര് വന്നു, ഈ പറയുന്ന
ബെൻസോയിക് ആസിഡ് വന്നു. ബെൻസോയിക് ആസിഡ് എന്തായിട്ടാണ് മാറിയിരിക്കുന്ന? സോഡിയം ബെൻസോയേറ്റായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആസിഡ് ഒഴിക്കുമ്പോൾ അവിടെ ബെൻസോയിക് ആസിഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിക്കുകയാണ്, കോൺസെൻട്രേറ്റഡ് ആസിഡ് ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അതായത് നമ്മുടെ എടുത്ത ബെൻസോയിക് ആസിഡ് മുഴുവൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അതായത് ഈതറിൽ ഡിസോൾവ് ചെയ്ത ബെൻസോയിക് ആസിഡ് നമ്മൾ അക്വസ് ലെയറിലേക്ക് കൊണ്ടുവന്നു. അക്വസ് ലെയർ നമ്മൾ കളക്ട് ചെയ്തു. അത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തപ്പോൾ നമുക്കിത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടി. അതായത് ഇതെന്താണ്? ബെൻസോയിക് ആസിഡ്. ഇനി നമ്മൾ ഏതെങ്കിലും ഫണൽ ഉപയോഗിച്ച് ഇത് ഫിൽട്ടർ ചെയ്യുക, നമുക്ക് ബെൻസോയിക് ആസിഡ് കിട്ടും. ഇനി അടുത്തത് എന്താ? ഇത് ഈതർ ലെയറിൽ എന്താ ഉള്ളത്? ഈതർ ലെയറിൽ നാഫ്തലിനാണ് ഉള്ളത്, റൈറ്റ്? ഇത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബീക്കറിൽ കളക്ട് ചെയ്യുക, ഈതർ ലെയർ കളക്ട് ചെയ്യുക, അത് ഇവാപ്പറേറ്റ് ചെയ്യാൻ വെക്കുക. ഈതറിന് ബോയിലിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്, ഒരു 31 ഡിഗ്രിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തനിയെ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം 30-ന് മേലെ ആയിരിക്കും. അതുകൊണ്ട് സമയം കുറച്ച് കഴിയുമ്പോൾ ഈതർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നാഫ്തലിൻ്റെ ക്രിസ്റ്റൽ കിട്ടും. അപ്പോൾ ഇതാണ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത കോമ്പൗണ്ട് ഒന്ന് അസിഡിക് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഉപയോഗിച്ചത്? NaOH ഉപയോഗിച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. സപ്പോസ് നമുക്ക് തരുന്നത് ഒരു ബേസിക് കോമ്പൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ അനിലീനും വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് അനിലീനും നൈട്രോബെൻസിനും തമ്മിൽ മിക്സ് ചെയ്തെന്ന് വിചാരിക്കുക. അനിലീൻ ബേസിക്കാണ്. അപ്പോൾ അനിലീൻ ബേസിക് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എക്സ്ട്രാക്ഷന് വേണ്ടി എന്തുപയോഗിക്കണം? ആസിഡ് ഉപയോഗിക്കണം. ഇവിടെ NaOH ഉപയോഗിച്ചതുപോലെ അവിടെ എന്തുപയോഗിക്കണം? ഡൈല്യൂട്ട് HCl ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഇത്രയാണ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.